ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തട്ടുകട സ്റ്റൈൽ പക്കാവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തു. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഒരെണ്ണം മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയും ചെയ്തിട്ടുള്ളൂ. കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കറിവേപ്പ്, പുതിനയില, മല്ലിയില ഇത് 3ഉം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് കൈവച്ച് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം അതിനകത്ത് പിടിച്ചു വരുള്ളൂ. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തോട്ട് വീണ്ടും കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ ഈ സവാളൊക്കെ പിടിക്കുന്നവരെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യാം. പിന്നീടാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു. അതുപോലെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് വീണ്ടും കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഒരുപാട് ലൂസായി പോകരുത്, കാരണം നമ്മുടെ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മളിതിനെ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് കൈവച്ച് തന്നെ നമ്മൾ നുള്ളി ഇട്ട് കൊടുക്കുക. ഇനി കൈ വെച്ച് അല്ലെങ്കിൽ സ്പൂൺ വെച്ചായാലും ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം അങ്ങനെ ഒന്നിനോടൊന്ന് മുട്ടാതെ രീതിയിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. പെട്ടെന്ന് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അത് എല്ലാം ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് തിരിച്ചിടുക. അപ്പം നമുക്കിത് കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. വളരെയധികം ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം അതെല്ലാം ഒരു പ്രാവശ്യം കോരിയെടുത്ത് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുമെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കോരിയെടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അല്പം കറിവേപ്പും കൂടെ എണ്ണക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മളെ പക്കാവടയിലേക്ക് ഇട്ട് കൊടുത്താൽ ഫൈനലായി. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.